ഓം ശ്രീ നാരായണേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നമ്മൾ 11ാമത്തെ സ്കന്ധത്തിലെ ആശയങ്ങളെ കുറിച്ചിട്ടാണ് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുക്തിയെക്കുറിച്ചിട്ടാണ് അവിടെ വിചാരം ചെയ്യുന്നത്. മുക്തിയെക്കുറിച്ച് വിചാരം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം കർമ്മകാണ്ഡങ്ങളുടെയും ജ്ഞാനകാണ്ഡങ്ങളുടെയും സമന്വയമായിട്ടാണ് പറയുന്നത്. കർമ്മകാണ്ഡത്തിൻ്റെയും ജ്ഞാനകാണ്ഡത്തിൻ്റെയും പ്രത്യേകത പറഞ്ഞു. 11ഉം 12ഉം സ്കന്ധങ്ങളും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗവത യജ്ഞം വാസ്തവത്തിൽ വിഷയരൂപത്തിൽ അവിടെ അവസാനിക്കുകയാണ്. അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന 11ാമത്തെ സ്കന്ധത്തിൽ തന്നെ നമുക്ക് വിചാരമാർഗം, ധ്യാനമാർഗം, ജ്ഞാനമാർഗം, അതിലേക്കുള്ള അറിവുകളെ കുറിച്ചിട്ടാണ് ആശയങ്ങൾ പകർന്നു തരുന്നത്. ഇപ്പം നമ്മളിവിടെ വേദാർത്ഥത്തിൻ്റെ സാമാന്യമായ രൂപത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് വേദാർത്ഥ സ്വരൂപം ശ്രവിച്ചു കഴിഞ്ഞ ഉദ്ധവർ പിന്നീട് തത്വങ്ങളെക്കുറിച്ചിട്ടാണ് ഭഗവാനോട് ചോദിക്കുന്നത്. അല്ലയോ ഭഗവാനെ, വാസ്തവത്തിൽ ഈ തത്വങ്ങൾ എത്രയാണ് ഉള്ളത്? കാരണം ചിലർ 1 ചിലർ 9, ചിലർ 11, മറ്റു ചിലർ 5, 3, 26, 25, 7, 13, 16, 31, 36, ഇങ്ങനെയൊക്കെ 96, ഇങ്ങനെയൊക്കെ പല രീതിയിലും പലരും തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച് കാണുന്നുണ്ട്. ഈ ഓരോരുത്തരും ഒരേ ആശയത്തിൽ, ഒരേ വിഷയത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായമുള്ളവരാണ്. എന്നാൽ ഈ അഭിപ്രായം പ്രകടമാക്കിയവരൊക്കെ വാസ്തവത്തിൽ പണ്ഡിതന്മാരുമാണ്, ജ്ഞാനികളാണ്. അവരൊന്നും ആമരന്മാരല്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കാനും നിർവാഹമില്ല. അവർ പറയുന്നതിലും ശരിയുണ്ട്. അപ്പോ ഈ തത്വങ്ങളുടെ സംഖ്യയെക്കുറിച്ച് ശാസ്ത്രങ്ങൾ അനിശ്ചിതമായിട്ടാണ് ഒരു നിശ്ചയ ബോധമില്ലാതെയാണ് പറയുന്നതെന്നാണ് എന്നെപ്പോലുള്ളവർക്ക് തോന്നുന്നത്. ആയതുകൊണ്ട് ഭഗവാനെ, വാസ്തവത്തിലെ തത്വങ്ങൾ എത്രയാണുള്ളത്? ആ തത്വങ്ങൾ ഏതെല്ലാമാണെന്നും സർവജ്ഞനായ അവിടുത്തെ മുഖത്തുനിന്ന് തന്നെ എനിക്ക് ശ്രവിക്കാൻ സാധിക്കണം. ഇങ്ങനെ ഉദ്ധവരെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ആയതിന് മറുപടി പറയാൻ ആരംഭിച്ചു. ഉദ്ധവര് പറഞ്ഞതുപോലെ അറിവുള്ളവർ പറയുന്ന കാര്യം അബദ്ധമാകാൻ വഴിയില്ല. അബദ്ധമാകാത്തത് കൊണ്ട് തന്നെ വിദ്വാൻമാര് വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് തത്വത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നത് ശരി തന്നെയാണ്. എന്നാലും ആ അഭിപ്രായങ്ങളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ശരിയുമാണ്. തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം
തത്വങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമാണുള്ളത്. കാരണം ഒരേ ഒരു തത്വത്തെ തന്നെയാണ് അനേകമായിട്ട് പറയുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. തത്വവാസ്തവത്തിൽ അപ്പം എത്രയേ ഉള്ളൂ? അത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകവും അദ്വിതീയവുമായിരിക്കുന്ന നിർഗുണ പരമാത്മസത്ത. അതാണ് സത്യത്തിലെ തത്വരൂപത്തില് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഏകവും അദ്വിതീയവുമായ പരചൈതന്യത്തിൽ നിന്നും സർവശക്തി സ്വരൂപിണിയായിരിക്കുന്ന പ്രകൃതിദേവി ഉണ്ടാവുകയാണ് ചെയ്തത്. മഹാമായയായിരിക്കുന്ന പ്രകൃതിയിൽ നിന്നും എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? മഹത്തത്വമാണ് ഉണ്ടായത്. മഹത്വം. മഹത്തത്വത്തിൽ നിന്ന് അഹന്തത്വം ആവിർഭവിച്ചു. അഹന്തത്വത്തിൽ നിന്നും ത്രിഗുണങ്ങളുണ്ടായി. ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങളെയാണ് ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത്. ഈ ത്രിഗുണങ്ങളുടെ കൂടുതലും കുറവും കൊണ്ട് എന്ത് സംഭവിച്ചു? അവയുടെ അഹംതത്വത്തിൽ നിന്ന് മൂന്ന് സ്വരൂപങ്ങൾ അങ്ങോട്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. അതാണ് നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞ സത്വഗുണാഹങ്കാരം, രജോ ഗുണാഹങ്കാരം, തമോ ഗുണാഹങ്കാരം. അങ്ങനെ ഇവിടെ ഈ സത്വഗുണാഹങ്കാരത്തെ പണ്ഡിതന്മാരെന്താണ് പറയുന്നതെന്നറിയാമോ? പണ്ഡിതന്മാര് സത്വഗുണാഹങ്കാരത്തെ മായയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ശുദ്ധ സ്വരൂപമായിട്ടാണ് പറയുന്നത്. പ്രകൃതിയുടെ ശുദ്ധ സ്വരൂപമായിട്ടാണ് സത്വഗുണാഹങ്കാരത്തെ പറയുന്നത്. എന്നാ ഈ രജോ ഗുണാഹങ്കാരത്തെയും തമോ ഗുണാഹങ്കാരത്തെയും എങ്ങനെയാ പറയുന്നത്? അത് മലിന സ്വരൂപമാണെന്നാ പറയുന്നത്. അതിൽ കലർപ്പുണ്ടെന്നാ പറയുന്നത്. സത്യത്തില് വാസ്തവത്തില് കലർപ്പില്ല. എന്നാൽ രജോ ഗുണത്തിലും തമോ ഗുണത്തിലാണെങ്കിലോ കലർപ്പുണ്ട് താൻ. അതുകൊണ്ട് തന്നെ ഇവിടെ സത്വഗുണത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അവിദ്യ എന്നാണ് പറയുന്നത്. ഒരു ജീവനിൽ, ഒരു വ്യക്തിയിൽ ഗുണം ഏതാണോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, ആ ഗുണത്തിന്റെ വെളിച്ചത്തിലാണ് ആ വ്യക്തി വിദ്യയുള്ള ആളാണോ അതോ അജ്ഞാനിയാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോ സത്വഗുണാഹങ്കാരത്തെ വിദ്യയെന്നും രജോ ഗുണ തമോ ഗുണാഹങ്കാരത്തെ അവിദ്യയെന്നും മനസ്സിലാക്കണം. വ്യക്തമായോ? ഉദ്ധവ വീണ്ടും ഭഗവാൻ തുടർന്ന് പറയുകയാണ്, മിഥ്യോപാധിഗതമായ പരചൈതന്യം തന്നെയാണ് ഈശ്വരൻ. സർവജ്ഞവും സർവവ്യാപ്തവും സർവശക്തവുമായിരിക്കുന്ന സർവേശ്വര ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്.
അത് യഥാർത്ഥത്തിൽ സത്വഗുണ സ്വരൂപം തന്നെയാണ്. അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയിട്ട് നിലകൊള്ളുന്ന ചൈതന്യത്തെ ജീവൻ എന്നും പറയുക. അപ്പോ ഈ ജീവന്റെ ഉപഭോഗവാഞ്ചയുടെയും ഈശ്വരന്റെ സാന്നിധ്യത്തിന്റെയും ഫലമായിട്ട് വിദ്യാശക്തിയായ സത്വഗുണാഹങ്കാരത്തിൽ നിന്ന് അന്ധകരണം ഉണ്ടായി. അന്ധകരണം അറിയാമല്ലോ. എന്താ അന്ധകരണം? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെയാണ് അന്ധകരണം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അന്ധകരണം എവിടെ നിന്നാ ഉണ്ടായെന്ന മനസ്സിലായതിപ്പോ സത്വഗുണാഹങ്കാരത്തിൽ നിന്ന്. അത് വിദ്യാപ്രധാനമാണ് വാസ്തവത്തിലെ അന്ധകരണത്തിന്റെ രൂപം എന്ന് വ്യക്തമായി. എന്നാൽ ഈ രജോഗുണാഹങ്കാരത്തിൽ നിന്നുണ്ടായത് എന്താണ്? 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഉണ്ടായത്. ശ്രോത്രം, ചക്ഷു, ത്വക്ക്, രസന, ഘ്രാണം, ഇങ്ങനെയുള്ള ആ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അതിൽ നിന്നുമാണ് വാസ്തവത്തിൽ പഞ്ചപ്രാണങ്ങൾ ഉണ്ടാകുന്നത്. പഞ്ചപ്രാണന്മാരിൽ നിന്നും എന്തുണ്ടായി? കർമ്മേന്ദ്രിയങ്ങൾ 5 ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ശ്രീചാരണ എന്ന യോഗഭൂമിയിൽ 2ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളിൽ നമ്മൾ സാങ്കേയോഗം എല്ലാം പറയുന്ന സന്ദർഭത്തിൽ ഇതിനെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആയതിൻ്റെയൊക്കെ ഒരു ആവർത്തനം കൂടിയാണ് വാസ്തവത്തിൽ ഈ 11ാമത്തെ സ്കന്ധം. കാരണം 10 സ്കന്ധങ്ങളിലൂടെ വ്യക്തമായിരിക്കുന്ന ഭാഗങ്ങളിലെ കഥാഭാഗങ്ങളെ കൂടുതൽ ഒഴിവാക്കി അവയിൽ നിന്ന് ബോധിക്കുവാനുള്ള തത്വഭാഗത്തെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു സ്കന്ധമാണ് 11ാമത്തെ സ്കന്ധം. മറ്റ് സ്കന്ധങ്ങളിൽ നിന്നും നമ്മൾ വാസ്തവത്തിൽ തത്വരൂപത്തിൽ നിന്ന് തന്നെയാണ് ഭാഗവത ധ്യാനത്തില് ഭാഗവതത്തെ മനസ്സിലാക്കിയത്. അപ്പോ ഇനി തുടർന്ന് പറയുകയാണ്, തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് 5 വിഷയ തന്മാത്രകളും അവയിൽ നിന്നും പഞ്ചമഹാഭൂതങ്ങളും ഭൂതങ്ങളിൽ നിന്നും ശബ്ദാദി 5 വിഷയങ്ങളുണ്ടായി. അങ്ങനെ പറയപ്പെടുന്ന ആ തത്വങ്ങളുടെ സൂക്ഷ്മാംശങ്ങള് കൂടിച്ചേർന്ന സമഷ്ടി ഈശ്വരോപാധിയായിട്ടാണ് ഹിരണ്യഗർഭസ്വരൂപം ഉണ്ടായിരിക്കുന്നത്. അതായത് തന്നെ വ്യഷ്ടി സ്വരൂപമായിട്ട് ജീവോപാധിയായിരിക്കുന്ന സൂക്ഷ്മ ശരീരവുമായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥൂലാംശങ്ങള് കൂടി സമഷ്ടി ഈശ്വരോപാധിയായി വിരാട്ടായിട്ട് മാറി. പിന്നെയോ വ്യഷ്ടി ജീവോപാധിയായ ശരീരവുമായി വ്യക്തമായോ? സമഷ്ടി വ്യഷ്ടി. സമഷ്ടിയില് വിരാട് പ്രപഞ്ചം, വ്യഷ്ടിയില് ദേഹം, ജീവാത്മബോധത്തോടുകൂടി ജീവൻ ദേഹം. അപ്പോ സമഷ്ടിയായി വിരാട്ടില് എന്തൊക്കെയാ വാസ്തവത്തിൽ വരുന്നത്? അതല വിതല തലാതല എന്നൊക്കെ തുടങ്ങിയിരിക്കുന്ന നമ്മുടെ ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ. അവയുടെ അവയവങ്ങളായിട്ടാണ്. കാരണം ഈ
വിരാട്ടിലെ, അതായത് സമഷ്ടി രൂപത്തില് വിരാട് എന്ന് പറയുന്നുണ്ടല്ലോ, ആ വിരാടിനെ അതല വിതല ലോകങ്ങള് എന്താണ് അവയവങ്ങളായിട്ട് വരികയാണ്. പിന്നെയോ പൃഥിവ്യാദി ഭൂതങ്ങള് അതിന്റെ ധാതുക്കളാണ്. പദാർത്ഥങ്ങളും ജീവികളും ഉപാവയവങ്ങളുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വ്യക്തമായി. ഇനി വ്യക്തിയിലോ നമ്മുടെ കരചരണങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ അവയവങ്ങളുണ്ടല്ലോ, ഈ അവയവങ്ങളും അതിനെ എന്താ രസരക്താദികള് ധാതുക്കളുമായിട്ട് മാറാം. ഇതാണ് തത്വങ്ങളുടെ വാസ്തവത്തിലുള്ള സാമാന്യ രൂപം. ഈ പറയപ്പെട്ട തത്വങ്ങളുടെ വർഗങ്ങളിൽ പലതിനെയും എന്ത് ചെയ്തു, അതായത് ചിലതിനെ മാറി മാറി കണക്കാക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും. അത്രയുള്ള വ്യത്യാസം. ഇവിടെ ജീവാത്മാ പരമാത്മാ ഐക്യത്തെ, ജീവോ ബ്രഹ്മൈവ എന്ന തത്വത്തെ സാക്ഷാത്കരിക്കുക, ആയതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭാഗവത ധ്യാനത്തിലെ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. അല്ല മറ്റ് വാദകോലാഹലങ്ങൾക്കോ അതുപോലെ തന്നെയുള്ള കുതർക്കങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല. ഋഷിജനങ്ങളും ഗുരുജനങ്ങളും നമുക്ക് ഈ ഭാഗവതാമൃതത്തെ നൽകിയിരിക്കുന്നത്. ജീവന്റെ നിജസ്വരൂപം, നിജാത്മഭാവം എന്ന് വെച്ചാൽ ബ്രഹ്മസത്യം, അത് ബോധിക്കുക, അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആത്മീയമാണ് യഥാർത്ഥത്തിൽ ഇതിലെ വിഷയം. ആത്മീയമായതുകൊണ്ട് തന്നെ മറ്റ് ലൗകിക ശാസ്ത്രങ്ങളുടെ ഒന്നും അംഗീകാരമോ അതുപോലെ തന്നെ പിൻബലമോ ഒന്നും ആത്മീയ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന കാര്യത്തിൽ ആവശ്യമില്ല. ശ്രുതിയാണ് ഇതിന്റെ പ്രധാനം. ശ്രുതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗുരു ശിഷ്യ പരമ്പര വഴി ഉപദേശരൂപേണ പ്രചരിപ്പിക്കപ്പെട്ട വിഷയത്തെ ബോധിച്ചവര് അവർക്ക് അറിയാവുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് സമർത്ഥിച്ചും തന്നിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ. അങ്ങനെയുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളും വിശകലനങ്ങളും നിരുപദ്രവമായ വിശദീകരണങ്ങളും ഇവയെ കൈപ്പിടിച്ചുകൊണ്ടാണ് മനുഷ്യരിനെ തർക്കിക്കുന്നതും വാദിക്കുന്നതും കലഹിക്കുന്നതൊക്കെ. എല്ലാ ആവശ്യമുണ്ടോ? ഇതിലാരാണ് ദൈവത്തെ, ഈശ്വരനെ, സത്യത്തെ ദർശിച്ചിരിക്കുന്നവര് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്നവര് എന്ന് എത്ര പേർക്ക് അറിയാം? അതറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ശാസ്ത്രങ്ങളെ സമീപിക്കുന്നതെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഈ വാദകോലാഹലങ്ങളൊന്നും ഉണ്ടാവില്ല. അതതിൻ്റെ വഴി അങ്ങനെ തുടർന്നോട്ടെ. ആത്മാർത്ഥമായിട്ട് തത്വം, യാഥാർത്ഥ്യം, പരമാർത്ഥം ബോധിക്കണം എന്നുള്ളവർക്ക് ആവശ്യമായിരിക്കുന്ന വിവരം ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏറെക്കുറെ കലർപ്പില്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഭാഗവത ധ്യാനത്തിൽ അതിൻ്റെ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പം അറിയാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോ ഇനി തത്വങ്ങളുടെ സംഖ്യാനിർണയം ഏത് രീതിയിൽ പറഞ്ഞാലും എന്താ ഭഗവാൻ ഉദ്ധവരോട് അവസാനമായിട്ട് പറയുന്നത്? എല്ലാം ശരി തന്നെയാണ്. ഒന്ന് കൂടുതൽ ശരിയെന്നോ ഒന്ന് തെറ്റെന്നോ കാണേണ്ടതില്ല. എല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഈ ഒരു അവബോധമില്ലാത്ത സാധാരണ അജ്ഞാനികളായിരിക്കുന്ന ആളുകൾക്കോ ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന രൂപത്തിൽ പറയുന്നത് കൊണ്ട് ഇത് വേറെ വേറെയാണെന്ന് തോന്നുകയാണ് ചെയ്യുന്നത്. അല്ല, സത്യത്തിൽ തത്വം കൂടുതലോ കുറവോ അല്ല.
അതിനെ വെളിപ്പെടുത്തുന്നവര് അവരുടേതായിരിക്കുന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തത്വവിചാരം ചെയ്യുമ്പോൾ തത്വത്തിൽ വരുന്ന സംഖ്യകളുടെ വിഷയത്തിന്റെ കാര്യത്തിലുള്ള ആശങ്കയും സംശയവും അവസാനിച്ചുകൊള്ളും. അപ്പൊ അതിനെ യാഥാർത്ഥ്യബോധത്തോടുകൂടി അറിയുവാൻ ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടതെന്ന് ഉദ്ധവരോട് ഭഗവാൻ അതിനെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ തത്വങ്ങളുടെ സ്വരൂപവും അതുപോലെ അതിൻ്റെ സംഖ്യാക്രമത്തെയും കുറിച്ച് നല്ല രീതിയിൽ കേട്ട ഉദ്ധവര് ജിജ്ഞാസയോടുകൂടി ഭഗവാനോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആത്മാവിൽ നിന്നും വിലക്ഷണ സ്വഭാവമുള്ള പ്രകൃതിയും പുരുഷനും വാസ്തവത്തിൽ ഒന്നാണോ, അതോ ഈ പ്രകൃതിയും പുരുഷനും വെവ്വേറെയാണ്, വേറെ വേറെയാണ്, അതോ രണ്ടാണ്? ഈ ശാസ്ത്രങ്ങൾ പ്രകൃതി പുരുഷന്മാരെ രണ്ടായി തിരിച്ചു തന്നെയാണ് പലപ്പോഴും പറഞ്ഞു കാണുന്നത്. എന്നാൽ ലക്ഷണങ്ങളെ കൊണ്ട് നോക്കുമ്പോഴോ പ്രകൃതിയിൽ പുരുഷനും പുരുഷനിൽ പ്രകൃതിയും കൂടി ചേർന്നിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ പ്രകൃതിയോടുകൂടാതെ പുരുഷനെയോ പുരുഷനോടുകൂടാതെ പ്രകൃതിയെയോ കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോ ഈ പ്രകൃതി പുരുഷന്മാരെ ഒന്നായിട്ടാണോ അഥവാ രണ്ടായിട്ടാണോ ബോധിക്കേണ്ടത്, അറിയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയുന്നില്ല. ഈ സംശയം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന് അവിടുന്നാണല്ലോ എന്നെ പോലെയുള്ള അജ്ഞാനികളുടെ അജ്ഞാനമകറ്റി ജ്ഞാനപ്രകാശം ബോധിക്കുവാൻ ആവശ്യമായ തത്വവിശകലനം ചെയ്തു തരുന്നു. ആയതിനാൽ ഈ വിഷയത്തിലുള്ള എൻ്റെ അജ്ഞതയെ അങ്ങ് അവസാനിപ്പിച്ചു തരണം എന്ന് പറയാണ്. അജ്ഞാനം അകലുവാൻ വേണ്ടിയിട്ട് ഉദ്ധവര് ചോദിച്ചിരിക്കുന്ന ആ ചോദ്യത്തിന് ജ്ഞാനദാതാവായ ഭഗവാൻ മറുപടി പറയുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഉദ്ധവ, ചിത്തത്തിന്റെ വികല്പമാണ് ഭേദപ്രതീതിക്കു കാരണം. നമ്മുടെ ത്രിപുരാശ്രമത്തിന്റെയും ലക്ഷ്യം കർമ്മജ്ഞാന സമന്വയമാണ്. കർമ്മകാണ്ഡത്തിന്റെയും ജ്ഞാനകാണ്ഡത്തിന്റെയും സമന്വയം. അതാണല്ലോ ആശ്രമത്തിന്റെ എമ്പളത്തിൽ നമ്മളത് പ്രകടമാക്കിയിട്ടുണ്ട്. ജ്വലിക്കുന്ന യാഗകുണ്ഡ മധ്യത്തിലുള്ള ജ്ഞാനമുദ്ര. ആ യാഗകുണ്ഡത്തിൽ ജപം, പൂജ, യാഗം, ധ്യാനം എന്ന് പ്രകാശിപ്പിക്കും. അപ്പൊ കർമ്മകാണ്ഡത്തിന്റെയും അതുപോലെ ജ്ഞാനകാണ്ഡത്തിന്റെയും ഒരു സമന്വയം, അത് സംസ്കാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അവബോധത്തിന്റെ വെളിച്ചത്തിൽ ജിജ്ഞാസുക്കൾക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശ്രമത്തിന്റെ പ്രധാന ദൗത്യമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഉദ്ധവരോട് ഭഗവാൻ തുടർന്ന് പറയുകയാണ്, ഈ വികല്പങ്ങൾ എത്ര കാലമുണ്ടോ അത്ര കാലവും പ്രകൃതി പുരുഷന്മാരെ രണ്ടായിട്ട് തന്നെ തോന്നും, രണ്ടായിട്ട് തന്നെ അറിയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലത് ശരിയാണെന്നും ചിലത് തെറ്റാണെന്നും തോന്നിപ്പോവുകയും ചെയ്യും. ഈ ശരി തെറ്റ്, നല്ലത് ചീത്ത, ധർമ്മം അധർമ്മം, ഇങ്ങനെയുള്ള ദ്വന്ദ്വാദി ഭാവനകളെല്ലാം തന്നെ വാസ്തവത്തിൽ ചിത്തത്തിന്റെ വികല്പങ്ങളാണ്. ഈ വികല്പങ്ങൾ അടങ്ങാതെ സംശയങ്ങൾ അവസാനിക്കുവാനും പോകുന്നില്ല. ഒരു പ്രകാരത്തില്
സംശയം തീർന്നതായിട്ട് തോന്നുമ്പോഴാണ് മറ്റൊരു പ്രകാരത്തിൽ അതേ സംശയങ്ങൾ വീണ്ടും വികസിച്ചു വരിക. വികല്പങ്ങൾ അടങ്ങി ചിത്തം ശുദ്ധമാവുമ്പോൾ എല്ലാ നാനാത്വ ഭ്രമങ്ങളും അവസാനിക്കുകയും ചെയ്യും. അതുവരെയും നാനാത്വഭാവം പല പ്രകാരത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു വകഭേദം മാത്രമാണ് ഈ പ്രകൃതി പുരുഷ ബോധം. വാസ്തവത്തിൽ ഏകവും അദ്വിതീയവുമായ സ്വരൂപത്തിൽ നിന്നും അന്യമായി മറ്റൊന്നില്ല എന്ന് നമ്മൾ തത്വങ്ങൾ പ്രതിപാദിച്ചപ്പോഴേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അല്ലേ ഉദ്ധവ? ഞാൻ തന്നെ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അപ്പോ ഏകാത്മമായിരിക്കുന്ന പരചൈതന്യത്തിൽ നിന്നും അന്യമായിട്ട് മറ്റൊന്നില്ല എന്നും തത്വങ്ങളുടെ വിശകലനത്തിൽ നമുക്ക് ബോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രകൃതിയും പുരുഷനും എന്ന് പറയുന്ന രണ്ടെണ്ണം പിന്നെ എങ്ങനെയാണ് വീണ്ടും മനസ്സിലൊരു ആശങ്ക അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്നത്? അദ്വിതീയ സ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ തന്നെ പ്രകൃതിയും പുരുഷനുമാകുന്ന ദ്വിത്വം തോന്നപ്പെടുക മാത്രമാണ് ഉദ്ധവ വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികല്പങ്ങളെ നീങ്ങി നിജാത്മാവിൽ നിർവികൽപ്പത്തെ കിട്ടുമ്പോഴോ പറയപ്പെടുന്ന ദ്വിത്വ ഭ്രാന്തി എല്ലാം അടങ്ങിക്കൊണ്ടു, ഉപശമിച്ചു, ശാന്തം, സ്വച്ഛ, നിർമ്മലം. അങ്ങനെയാണ്. അപ്പോ പ്രകൃതി പുരുഷ സ്വരൂപങ്ങൾ തന്നെ പരമാർത്ഥ ദൃഷ്ടിയിൽ സത്യമല്ലെങ്കിൽ പിന്നെ അവയിൽ ഏതിൽ ലയിക്കുമെന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? പ്രകൃതി പുരുഷനിലാണോ, പുരുഷൻ പ്രകൃതിയിലാണോ എന്നൊക്കെ ഉദ്ധവരോട് ഭഗവാൻ അറിയിപ്പിക്കുകയാണ്. അതുകൂടി കേട്ടപ്പോ ഉദ്ധവര് ഏറ്റവും രസകരമായിരിക്കുന്ന മറ്റൊരു ചോദ്യത്തെ ചോദിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. അതായത് ഈശ്വരങ്കിൽ നിന്ന് വിമുഖന്മാരായിട്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സ്പർശിക്കുക പോലും ചെയ്യാതെ കർമ്മഠന്മാരായിരിക്കുന്ന ഒത്തിരി ആളുകൾ ആയുഷ്കാലം മുഴുവൻ കഴിച്ചു കൂട്ടുന്നുണ്ട്. അവർ തങ്ങളുടെ പുണ്യപാപമയങ്ങളായ കർമ്മങ്ങൾക്ക് അനുരൂപമായിട്ട് ഉച്ചനീചങ്ങളായ യോനികളിൽ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും തന്നെ ഈ സംസാരത്തിൽ കിടന്ന് നട്ടം തിരിയുകയാണ്. അതാണ് വാസ്തവത്തിലുള്ള കർമ്മങ്ങൾ. അതെങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് വാസ്തവത്തിൽ ഉദ്ധവന്റെ ചോദ്യമുണ്ടായത്. അതായത് ഒരു ജീവന്റെ മരണാനന്തരഗതി എന്താണ്? മരണശേഷം ജീവൻ എന്താവും? എവിടെ പോകുന്നു? അതായത് പുനർജന്മമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? എന്ന ഏറ്റവും രസകരവും വിജ്ഞേയവുമായ ചോദ്യത്തെ ശ്രവിച്ച ഭഗവാൻ ആയതിനെ യുക്തിയോടും ചമൽക്കാരത്തോടും കൂടിയിട്ട് നിരൂപിക്കുവാൻ പോവുകയാണ്. ആയതിനെ നമുക്കിനി ശ്രവിക്കുവാൻ ആരംഭിക്കാം.